ഈ ഗതി ആർക്കും വരരുത് പറയുന്നത് കോരുത്തോട് മൂഴിക്കൽ നിവാസികളാണ്. 2018 പ്രളയം കവർന്ന പാലത്തിന് പകരം 5 വർഷത്തിന് ശേഷം നാട്ടുകാർ സ്വന്തം ചെലവിൽ പാലം നിർമ്മിക്കുകയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. കോരുത്തോട് ടൗണിന് സമീപം ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പഞ്ചായത്തിലെ മൂഴിക്കൽ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന തോപ്പിൽക്കടവ് പാലം 2018 ഓഗസ്റ്റ് 15 പ്രളയത്തിൽ തകർന്നു. അതിന്റെ പിറ്റേന്ന് മുതൽ സ്ഥലത്ത് എത്തിയ അധികൃതർ ഇന്ന് വരെ നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരേയൊരു വാക്ക് ഇപ്പം ശരിയാക്കി തരാം എന്നതാണ്. എന്നാൽ ഇത് കേട്ട് മടുത്തതോടെ ജനങ്ങൾ അവസാന വഴി നോക്കി. കോൺക്രീറ്റ് പാലത്തിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന തൂക്കുപാലം പോലെ പുതിയതൊരെണ്ണം നിർമ്മിക്കുക. കാരണം ഒഴുക്കുള്ള അഴുതയാറ്റിൽ ചെങ്ങാടത്തിൽ യാത്ര ചെയ്താണ് ആളുകൾ മറുകരയിലെത്തുന്നത്. ജലനിരപ്പ് ഉയർന്നാൽ ഈ വഴിയും അടയും. പിന്നെ 10 കിലോമീറ്റർ അധികമായി കുഴിമാവ് വഴി ചുറ്റി സഞ്ചരിച്ച് വേണം ആളുകൾക്ക് അക്കരെ എത്താൻ. ആദിവാസി ജനവിഭാഗങ്ങൾ അടക്കം താമസിക്കുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷം. ഇതോടെ ജനകീയ സമിതി രൂപീകരിച്ച് തൂക്കുപാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു. CS രാജൻ കൺവീനർ, KB രാജൻ രക്ഷാധികാരി, ജോജോ പാമ്പാടത്ത്, ജോഷി പൂവക്കുളം, ചാക്കോച്ചൻ വടക്കംകര, സുധി കുമ്പളത്തുങ്കൽ, ലാലി സുകുമാരൻ, AP സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പാലം പണി ആരംഭിച്ചു. 2021-22 വർഷം ആരംഭിച്ച തോപ്പിൽക്കടവ് നടപ്പാല നിർമ്മാണ കമ്മിറ്റിക്ക് രൂപം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. ഇതിനിടയ്ക്കാണ് നമുക്ക് നേരത്തെ പണിതുകൊണ്ടിരുന്ന ഓമനക്കുട്ടൻ എന്ന് വിളിക്കുന്ന ലാലുവിനൊരു അപകടം പറ്റി കിടക്കുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് നമ്മളിത് പണി ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് നമ്മൾ ഏന്തിയാറ്റിൽ പണിതുകൊണ്ടിരുന്ന നജീബിനെ വിളിച്ച് മുണ്ടക്കേങ്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഈ പാലം അക്കരെ ഇക്കരെ ബന്ധിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം നമുക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് വന്ന സന്ദർഭത്തിൽ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പള്ളിപ്പടി വികാരി അച്ഛൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പാലത്തിന് വേണ്ടിയിട്ട് 80,000 രൂപ തന്ന് സഹായിക്കുകയും നാട്ടുകാരുടെയും മറ്റു സഹായത്തോടെ നമ്മൾ 1,10,10,000 രൂപയുടെ സാധനം ഈ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവശേഷിക്കുന്ന കുറച്ച് പൈസ കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ പൂർത്തീകരിച്ച് അധികം താമസിക്കാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനവും നടത്തണം എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിന് ഏകീകരിച്ച് ഒരു കമ്മിറ്റി നിലവിലുണ്ട്. ആ കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശവും അവരുടെ എല്ലാ നിർദ്ദേശപ്രകാരം എങ്ങനെയാണത് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കമ്മിറ്റിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ നാട്ടിലെ ധാരാളം ആളുകൾ ഈ പാലത്തോട് സഹകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന് അകത്തും പുറത്തും, അതായത് നമ്മൾ ലണ്ടനിൽ നിന്ന് വരെ നമുക്ക് അവരെ കഴിയുന്ന തുക 10,000 എങ്കിൽ 10,000, 5,000 തന്നവരുണ്ട്. പോണ്ടിച്ചേരി അവരുടെ സ്വാമിമാർ അവർ എല്ലാം കൂടെ നമുക്കൊരു 55,000 രൂപ പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടാണ് തന്നിരിക്കുന്നത്. ഈ പാലത്തിന് നമ്മൾ നേരത്തെ തന്നെ SBIയിൽ അക്കൗണ്ട് എടുത്ത് അതിൻ്റെ സാമ്പത്തികം ക്ലിയർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അക്കൗണ്ട് എടുത്ത് ആ അക്കൗണ്ട് വഴി നമുക്കൊരു 57,000 രൂപ വന്നിട്ടുണ്ട്. മറ്റ് EDC ഇതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്, മറ്റ് മേഖലകളിലെല്ലാം വനവുമായിട്ട് വളരെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ ആവശ്യകതകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുറ്റിക്കൈ നമ്പുവാറ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ബഹുമാനപ്പെട്ട വനം വകുപ്പിൻ്റെ കോട്ടയം ഡിവിഷനിലെ FD ആയിട്ട് പോയി സംസാരിച്ചു. ആ FD അന്നേരം തന്നെ പീരുമേട് DFIക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഞങ്ങൾ വീണ്ടും അവിടെ ചെല്ലുന്നു. അങ്ങനെ 2 ഗഡുക്കളായി അവർ 2 ലക്ഷം രൂപയും നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള EDC കോരുത്തോട്, കണ്ടങ്കയം, വലിയാനവട്ടം, ചെറിയാനവട്ടം തുടങ്ങിയ EDCകളിൽ നിന്നെല്ലാം പിന്നെ അവരുടെ ശേഷിക്കനുസരിച്ച് പൈസ നമുക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാ സന്ദർഭത്തിലും EDCയുടെ നമുക്ക് വളരെയധികം കടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കോരുത്തോട് EDCയുടെ ചെയർമാനാണ് ജോഷി. ആ ജോഷി 10,000 രൂപ തന്ന് നമ്മളെ സഹായിച്ചു. കണ്ടങ്കയം EDC ചാക്കോച്ചൻ, അങ്ങനെ ആ ചാക്കോച്ചൻ്റെ നേതൃത്വത്തിലും നമുക്ക് 10,000 രൂപ തന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ, ഇനിയും നമുക്ക് ധാരാളം പൈസകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും
നമ്മുടെ ഏറ്റെടുത്ത ദൗത്യം അധികം താമസിക്കാതെ തന്നെ നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഈ കമ്മിറ്റി കൂട്ടായി പ്രവർത്തിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ട്വിങ്കിളിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അച്ഛനു വായിക്കട്ടായിട്ട് ബന്ധപ്പെട്ട ട്വിങ്കിള്, ജോഷി അടക്കം ഇവരുടെ എല്ലാം നല്ല ഒരു സഹായവും പിന്തുണയും ഇന്ന് വരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭ്യത ഇതിൻ്റെ ഉദ്ഘാടനം വരെ നമുക്ക് ഉണ്ടാവണം. 8.5 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിച്ചത്. ഇതിനോടകം 6,20,000 രൂപയുടെ നിർമ്മാണം നടത്തി. ഇതിൽ 2 ലക്ഷം വനംവകുപ്പ് കൊടുത്തത് ഒഴിച്ചാൽ ബാക്കി നാട്ടുകാരുടെ സഹകരണമാണ്. സാധനങ്ങൾ കടം വാങ്ങിയതുൾപ്പെടെ ഇനിയും പൂർത്തീകരിക്കണമെങ്കിൽ കൂടുതൽ തുക വേണ്ടിവരും. വലിയ മഴയ്ക്ക് മുൻപ് അതിനായുള്ള വഴി കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ് നാട്ടുകാർ. റീബിൽഡ് കേരള പദ്ധതിയിൽ 2ാമത് വിഭാഗത്തിൽ 17ാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പാലത്തിന് തുക അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നിർമ്മാണം ഇനിയും വൈകുമെന്ന് ഉറപ്പായതോടെയായിരുന്നു നാടൊന്നിച്ചത്. ഈ അവസ്ഥ 2021 പ്രളയത്തിൽ തകർന്ന പാലങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ് ഇവരുടെ പ്രാർത്ഥന.